നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പരിക്ക് പറ്റിയ നെയ്മർ കാർണിവലിന് പോയി. പരിക്ക് വഷളായി. ദേശീയ ടീമിൽ നിന്ന് പുറത്തായി. ഒരു തരത്തിലുള്ള പ്രൊഫഷണൽസവും താരം കാണിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം ബ്രസീലിയൻ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു. നേരത്തെ അത്തരം വാദങ്ങളുണ്ടായിരുന്നു, നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു വിശദീകരണം ESPN ബ്രസീൽ പുറത്തുവിടുന്നുണ്ട്. നെയ്മർ അങ്ങനെ പരിക്കുണ്ട് എന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഈ കാർണിവലിന് പോയിട്ടുണ്ടോ, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിലേക്കൊരു വെളിച്ചം വീശുകയാണ് ESPN ബ്രസീലിൻ്റെ ഈ ഒരു റിപ്പോർട്ട്. അവരതിൽ പറയുന്നു എങ്ങനെയാണ് നെയ്മർ ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്ന് പുറത്തായത്. ഇനീഷ്യലി നെയ്മർക്കൊരു ഡിസ്കംഫർട്ട് അദ്ദേഹത്തിൻ്റെ തൈയുടെ ഭാഗത്തുണ്ടായിരുന്നു. സാൻഡോസ് വേഴ്സസ് റെഡ് ബുൾ ബ്രാഗൻഡിനോ മത്സരത്തിന് ശേഷം അദ്ദേഹത്തിന് ചെറിയ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു മേജർ കൺസേൺ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. മത്സരത്തിന് ശേഷം സാൻഡോസ് ടീമിന് 2 ദിവസത്തെ ഓഫ് കൊടുത്തു, താരങ്ങൾക്കൊക്കെ ഓഫ് കൊടുത്തു. നെയ്മർ അതുകൊണ്ട് തന്നെ, കാരണം വലിയൊരു പ്രശ്നമില്ല, നെയ്മർ അതുകൊണ്ട് തന്നെ കാർണിവലിന് വേണ്ടി പോവുകയും ചെയ്തു. കാരണം താരങ്ങൾക്ക് ഓഫാണ്, പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം കാർണിവലിന് പോയി. തൻ്റെ തുടയുടെ ഭാഗത്ത് സ്വെല്ലിംഗ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. കാരണം ഒരു ടെസ്റ്റും അപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയില്ല പരിക്കുണ്ട് എന്നുള്ളത്. നെയ്മർ സ്വാഭാവികമായിട്ടും ആ കാർണിവൽ കഴിഞ്ഞു തിരികെ വന്നു. വെനസ്ഡേ അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് വരികയും ചെയ്തു. പക്ഷേ ആ വെനസ്ഡേയും അദ്ദേഹത്തിന് ഒരു ഡിസ്കംഫർട്ടും ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത ദിവസം വ്യാഴാഴ്ച വന്നപ്പോൾ കാര്യങ്ങളാകെ മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ടീമിനെ അന്ന് അനൗൺസ് ചെയ്തു. നെയ്മർ ബ്രസീൽ ടീമിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ നെയ്മർക്ക് വീണ്ടും ട്രെയിനിങ്ങിനിടയ്ക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു. സ്കാനിങ് നടത്തിയപ്പോഴാണ് സ്വെല്ലിംഗ് ഉണ്ട് എന്നറിഞ്ഞത്. ചുരുക്കത്തിൽ തനിക്ക് പരിക്കുണ്ട് എന്നുള്ളത് അറിയാതെയാണ് നെയ്മർ കാർണിവലിന് പോയിട്ടുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വെറുതെ നെയ്മർക്കെതിരെ വിമർശകർ അടിച്ചിറക്കിയാണ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി ബാക്കി കാര്യങ്ങൾ കൂടി. അപ്പോൾ സ്കാനിങ് നടത്തിയപ്പോൾ സ്വെല്ലിംഗ് ഉണ്ട് എന്ന് മനസ്സിലായി. സ്വാഭാവികമായിട്ടും കൊറിന്ത്യൻസിനെതിരെയുള്ളൊരു ആ ഒരു മത്സരം, ആ മത്സരത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമോ എന്നൊരു പ്രതീക്ഷ താരത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ടീം ഹോട്ടലിലേക്ക് പോയി. പക്ഷെ അവിടെ വെച്ച് അസസ്മെൻറ്റ് നടത്തുമ്പോൾ, വീണ്ടും ടെസ്റ്റ് നടത്തുമ്പോൾ അദ്ദേഹത്തിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നല്ല പെയിൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാൻഡോസ് പ്ലെയേഴ്സ് നെയ്മർ സെമി ഫൈനൽ മത്സരം കളിക്കുന്നില്ല എന്നറിയുന്നത് ലഞ്ച് ടൈമിലാണ്. തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ ഉണ്ടാകും. പെനാൽറ്റിയൊക്കെ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ നെയ്മറെ അപ്പോൾ മാത്രം ഇറക്കാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സാൻഡോസിൻ്റെ എല്ലാ താരങ്ങൾക്കും അറിയാമായിരുന്നു. നെയ്മർ അതിനുശേഷം വീണ്ടും സ്കാനിങ്ങിന് വിധേയനായി. അതിൽ സ്വെല്ലിംഗ് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീം ഓൾറെഡി എഡേഴ്സൺ, ഡാനിലോ എന്നീ താരങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നു പരിക്ക് കാരണം. എന്നാൽ നെയ്മറെ അപ്പോഴും ഒഴിവാക്കാതെ തന്നെ വെച്ചിരുന്നതാണ്. പക്ഷേ ഒടുവിൽ ലാസ്റ്റ് മിനിറ്റിലാണ് നെയ്മർ ജൂനിയർക്ക് പൂർണ്ണമായും ഫിറ്റായിട്ട് എത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത്. ഇതാണ് ഇപ്പോൾ ESPN ബ്രസീൽ ഈ കാര്യത്തിൽ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ. ഇതിൽ നിന്ന് എല്ലാ കൺഫ്യൂഷൻസും, എല്ലാ പുകമറകളും ഇല്ലാതെയാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.